എല്ലാവർക്കും നമസ്കാരം. സ്കൂളിൽ നിന്ന് വന്ന് ചായയും കുടിച്ചിരുന്നപ്പം കാണാം ദേ വരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ കോൾ. ഒരാഴ്ചയായിട്ടും ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ കണ്ടില്ലല്ലോ എന്ന്. നമ്മുടെ വീഡിയോ കാണാൻ ആൾക്കാർ കാത്തിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇഷ്ടമുള്ളവരോടൊപ്പം ഒരു യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കും. ഞങ്ങൾ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ പരവൂർ ഓർച്ചിഡ് ലേക്ക് റിസോർട്ടിൽ വെച്ചുണ്ടായിരുന്നു. തോരാ മഴയായിരുന്നെങ്കിലും ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു പോയ ഒരു ട്രിപ്പായിരുന്നു അത്. പരവൂർ കായലിൻ്റെ മനോഹാരിത മൊത്തം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാവരും പരസ്പരം അവരുടെ ആശയങ്ങളൊക്കെ കൈമാറി. ഇതാണ് സിൽവി, ഏത് ഗെറ്റ് ടുഗദർ വന്നാലും വിദേശ ചോക്ലേറ്റും ഡേറ്റ്സും ഞങ്ങൾക്ക് വേണ്ടി എന്നും കരുതി. ഇതാണ് ഗൈസ് ജീവിതത്തിൽ ആരാകും എന്താകും എന്നറിയുന്നതിന് മുൻപേ ഉള്ള സ്നേഹബന്ധം. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. 40 വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകൾ ഞങ്ങൾ അയവിറക്കി. ന്യൂജൻ കസേര കളി, സ്ത്രീജനങ്ങൾക്ക് കളിച്ചപ്പം പുരുഷ കേസരികൾക്കും കളിക്കണമെന്നൊരാഗ്രഹം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും. സ്പെൻസർ ട്യൂട്ടോറിയൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി കരുതി വെച്ച ഡയറി 5 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കൈകളിലെത്തി. പരസ്പരം കണ്ടുമുട്ടിയ സന്തോഷത്തിൽ എല്ലാവരും പാട്ടും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്തു. ഫാമിലിയായിട്ട് വന്നവരൊക്കെ കിട്ടിയ അവസരം തക്കത്തിലങ്ങ് മുതലാക്കി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വർക്കല ബീച്ചിലേക്കാണ്. ഒരിക്കലും മറക്കാത്ത കുറേ ഓർമ്മകൾ മനസ്സിൻ്റെ ചെപ്പിൽ ഒളിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.